എടാ ഈ തങ്കോ എന്ന് പറയണവളെ എൻ്റെ ഭാര്യയാണ്, അല്ലാതെ എൻ്റെ ഭർത്താവല്ല. കേട്ടാ, മാത്രമല്ല എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലേ അവളെ എൻ്റെ മുമ്പ് നിന്ന് വിറയ്ക്കും. കള്ളത്തരം എന്ത് എന്താ ഒരു കള്ളത്തരം രണ്ടുപേരുടെ ഉള്ളിൽ ഈ കൊണസ്റ്റ് ചിന്താഗതികളല്ലേ, അപ്പൊ നമുക്ക് കാണുന്ന എല്ലാവരും കള്ളന്മാരായിട്ടേ തോന്നുള്ളൂ. അല്ല അല്ല, ഞാൻ വന്നപ്പോ നിങ്ങൾ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ കണ്ടപ്പോ പെട്ടെന്ന് നിർത്തി. എന്താടാ? ഞാൻ പറയത്തില്ല. ആ അപ്പൊ എന്തുണ്ട് എന്തുണ്ട് എടീ, കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ അവൻ അറിഞ്ഞുകൂടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ അവന് പകർന്നു കൊടുത്തോണ്ടിരിക്കുക, കുറെ അറിവുകൾ, അല്ലാതെ വേറെന്താ? അല്ല വേറെ എന്തോ ഉണ്ട് പോസ്റ്റർ ഒട്ടിക്കുക, അത് വരുമ്പോ മൈദ കലക്കി അത് ഒട്ടിക്കുക കാര്യം പറഞ്ഞത്. തേക്കണ കാര്യമില്ലടാ പറഞ്ഞത്. ആ മൈദ ഭിത്തി തേച്ചിട്ട് ഒട്ടിക്കുക. പിന്നെ എന്തോ പറയാൻ? നിങ്ങൾ അവനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ആര്? കനകൻ. എന്നെ? അവനെന്തിന് എന്നെ അന്വേഷിച്ച് കിടക്കണേ? ആ ചിലപ്പോ എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാവും. എന്തായാലും നിനക്കൊരു പുച്ഛം. നിങ്ങളെ കൊണ്ട് കനകന് എന്ത് കാര്യം സാധിക്കാനോ ഉള്ളത്? നിങ്ങളെ കൊണ്ട് ആർക്ക് എന്ത് കാര്യം സാധിക്കാനോ ഉള്ളത്? ഓഹോ, ഒരുപാടങ്ങ് കേറല്ലേ. നീ പറഞ്ഞു പറഞ്ഞത് ഞാൻ വെറും ഉണ്ണാക്കനാണെന്നല്ലേ? ആണാ? അങ്ങനെ ഞാൻ പറഞ്ഞു റൊണാൾഡേ, അങ്ങനെ അവൻ എന്നെ കൊണ്ട് എന്തെങ്കിലും നേടാൻ ഉണ്ടായില്ലേന്നേ ഇന്ന് കാണാം നമുക്ക്. അന്ന് കാക്ക മലന്ന് പറക്കും, എങ്കിൽ ആ കാക്ക ഇന്ന് മലർന്നു പറക്കും. അത് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ഒന്ന് തല ചായ്ക്കാൻ പോവാണ്, കിടക്കാൻ പോവുകയാണ്. അപ്പൊ ആര് വന്ന് ചോദിച്ചാലും, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ നല്ല ബോധം കെട്ട് കിടന്ന് ഉറങ്ങാണെന്ന് പറഞ്ഞാൽ മതി. വിളിക്കണ്ട എന്നെ, ഞാൻ ഫോണ് പോലും സൈലന്റ് ആക്കി വെച്ച് കിടക്കാൻ പോവാ. എന്ത് മലയാളത്തിൽ പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലേടി? ഞാൻ, അതായത് നിന്റെ ഭർത്താവെന്ന ഞാൻ അവിടെ പോയി കിടന്നുറങ്ങാൻ പോകുന്നു, മനസ്സിലായോ? കട്ടിലിൽ ഇങ്ങനെ തല ചായ്ച്ച് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ പോകുന്നു. അതിനിടയ്ക്ക് എന്നെ ആരും വന്ന് ശല്യം ചെയ്യരുത്. ഇത്രയാണ് ഞാൻ പറയും. ഇനി മനസ്സിലാവാതെ ഉണ്ടോ? മനസ്സിലായല്ലോ? എല്ലാം മനസ്സിലായി. ശരി, അത്ര അറിഞ്ഞാ മതി. ഞാൻ വന്നപ്പോ മച്ചമ്പിയും കൂടി എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങ് നിർത്തി. എന്താണ്? പറ വേഗം പറഞ്ഞോ. തങ്കച്ചേട്ടത്തിയുടെ വാക്കുകളിൽ ഭീഷണിയുടെ ഒരു ചുവയുണ്ടോ? സംശയമല്ല, നല്ലോണം ഉണ്ട്. നീങ്ങി കാര്യം പറ റൊണാൾഡേ, കാര്യം പറ. മൈദ കലക്കി നിന്റെ വായിൽ ഒഴിച്ചു തരിഞ്ഞ. വേഗം പറഞ്ഞോ. അല്ല അതാ വരട്ടണോടാ, ഇവരെ കുടുംബത്തോടെ വരട്ടണം. എടാ, ഞാൻ വന്നപ്പോ മച്ചമ്മി കൂടി എന്തോ ഗുണഗുണാന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്നെ കണ്ടതും തത്തക്കം പിത്തക്കം. അപ്പൊ എന്തോ കള്ളത്തറിയില്ലടാ. അത് ബോധം കെട്ട് ഉറങ്ങാൻ വേണ്ടി പോയി. ബോധം വരുമ്പോ ഞാൻ അന്വേഷിച്ചു. എന്താ കാര്യം നീ ആദ്യം അന്വേഷിക്കണ്ടല്ല? അത് ഈ ക്ലീറ്റസ് മത്തായി എന്ന പ്രമുഖന്റെ സഹായമാണ്. കാക്ക മലന്നത് പോയി, കാക്ക മലന്ന് പറന്നുപോയി. എടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാ. എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ വന്ന് കിടക്കുന്നത് ക്ലീറ്റോ? നീ പറഞ്ഞില്ലടാ അത് ക്ലീറ്റ മച്ചമ്മയുടെ കാല് പിടിച്ചാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പോകും, എനിക്ക് അതേ പറയുള്ളൂ. ആരെങ്കിലും ഒന്ന് പറയും, എന്താ കുഴപ്പം? എന്താ? അതായത് അവിടെ ഒളിച്ചിക്കാടാ. അത് ഒളിച്ചു നിന്നല്ല, അവിടെ ചെന്നപ്പോഴ താഴെ ഒരു കാര്യം എടുക്കാൻ മറന്നു പോയി.